ഇന്ന് തിങ്കളാഴ്ച മെയ് 12 പുതിയ OTT അപ്ഡേറ്റുകളും ഈ ആഴ്ച വരുന്ന OTT റിലീസുകളും എല്ലാമാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ഒന്നാമത്തെ അപ്ഡേറ്റ് മോശമല്ലാത്ത അഭിപ്രായം നേടി തിയേറ്ററിൽ വിജയിച്ച മരണമാസ് എന്ന ഡാർക്ക് കോമഡി മലയാളം ചിത്രം മറ്റന്നാൾ മെയ് 14 ഉച്ചയ്ക്ക് ശേഷമുള്ള സമയങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും സോണി ലിവിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ആകുന്നതാണ്. അടുത്തത് ഡ്രാമ ത്രില്ലർ മലയാളം ചിത്രമാണ് പറന്ന് 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 ചെല്ലാൻ. സിനിമ മെയ് 16 മനോരമ മാക്സിലൂടെ മലയാളം ഭാഷയിൽ OTT റിലീസ് ആകുന്നതാണ്. ഭാവനയുടെ മെഡിക്കൽ ഹൊറർ ത്രില്ലർ ചിത്രം ഹണ്ട് അടുത്ത ആഴ്ച മെയ് 23 സിംപ്ലി സൗത്ത് മനോരമ മാക്സിലൂടെ മലയാളം ഭാഷയിൽ OTT റിലീസ് ആകും. ജാക്കലിൻ ഫെർണാണ്ടസ് അഭിനയിക്കുന്ന ഹേയ് ജുനൂൻ എന്ന മ്യൂസിക്കൽ ഹിന്ദി സീരീസ് വരുന്ന വെള്ളിയാഴ്ച മെയ് 16 ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. ഹിന്ദി ഭാഷയ്ക്ക് പുറമെ മലയാളത്തിലും മറ്റ് ഇന്ത്യൻ ഭാഷകളിലും സീരീസിന്റെ OTT റിലീസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് റൊമാൻറ്റിക് ആക്ഷൻ ത്രില്ലർ തമിഴ് ചിത്രം നെസിപ്പായ മെയ് 16 ലയൺസ് ഗേറ്റ് പ്ലേയിലൂടെയും സൺ NXറ്റിലൂടെയും തമിഴ് ഭാഷയിൽ OTT റിലീസ് ചെയ്യും. കാമുക്കാപ്പി എന്നൊരു റൊമാൻറ്റിക് തമിഴ് ചിത്രം മെയ് 16 സിംപ്ലി സൗത്തിലൂടെ തമിഴ് ഭാഷയിൽ OTT റിലീസ് ആകുന്നതാണ്. മികച്ച അഭിപ്രായം നേടിയ ഓൾഡ് ഗാർഡ് എന്ന സയൻസ് ഫിക്ഷൻ ആക്ഷൻ ഹോളിവുഡ് ചിത്രത്തിന്റെ രണ്ടാമത്തെ ഭാഗം ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സിലൂടെ ജൂലൈ 2 OTT റിലീസ് ആകും. ബെറ്റ് എന്ന പുതിയ ഇംഗ്ലീഷ് ടീനേജ് സീരീസ് നെറ്റ്ഫ്ലിക്സിലൂടെ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ വരുന്ന മെയ് 15 OTT റിലീസ് ചെയ്യും. പുരുഷോത്തമഡു എന്ന തെലുങ്ക് ആക്ഷൻ ചിത്രം തമിഴ് ഭാഷയിൽ ഡബ് ചെയ്ത് ശ്രീ ബാലാജി തമിഴ് മൂവീസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. മികച്ച അഭിപ്രായം നേടിയ ഹോളിവുഡ് ആക്ഷൻ ഫാന്റസി സൂപ്പർ ഹീറോ സീരീസാണ് പീസ് മേക്കർ. സീരീസിന്റെ പുതിയ രണ്ടാമത്തെ സീസൺ ആഗസ്റ്റ് 21 HBO മാക്സിലൂടെ ഇംഗ്ലീഷ് ഭാഷയിലും ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഇംഗ്ലീഷ് ഭാഷയിലും കൂടുതൽ ഇന്ത്യൻ ഭാഷകളിലും OTT റിലീസാകും. മിക്സഡ് അഭിപ്രായം നേടിയ തെലുങ്ക് ആക്ഷൻ ചിത്രമാണ് അർജുൻ സൺ ഓഫ് വൈജയന്തി. സിനിമ ഇപ്പം ആമസോൺ പ്രൈമിലൂടെ UK-യിൽ തെലുങ്ക് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അനക അനക എന്നൊരു തെലുങ്ക് ചിത്രം മെയ് 15 ETV വിന്നിലൂടെ തെലുങ്ക് ഭാഷയിൽ ഡയറക്റ്റ് OTT റിലീസ് ആകുന്നതാണ്. എ മൈൻക്രാഫ്റ്റ് മൂവി, സ്നോ വൈറ്റ് എന്നീ 2 ഹോളിവുഡ് ഫാന്റസി സിനിമകളും നാളെ മെയ് 13 ആമസോൺ പ്രൈമിലൂടെ വിദേശത്ത് ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസാകും. അടുത്തത് മമ്മൂട്ടിയുടെ ഗെയിം ആക്ഷൻ ത്രില്ലർ ചിത്രം ബസൂക്ക ZEE5 OTTയിലൂടെ ഉടൻ തന്നെ OTT റിലീസ് ആകുമെന്നാണ് വിവരം. നിലവിൽ പുറത്തു വരുന്ന റൂമേഴ്സ് സൂചിപ്പിക്കുന്നത് മെയ് 25 ബസൂക്ക ZEE5ലൂടെ OTT റിലീസ് ചെയ്തേക്കുമെന്നാണ്. ധ്യാൻ ശ്രീനിവാസൻ അഭിനയിച്ച അയ്യർ ഇൻ അറേബ്യ എന്ന കോമഡി മലയാളം സിനിമയുടെ OTT അവകാശം സൺ NXT സ്വന്തമാക്കിയിരിക്കുകയാണ്. മെയ് 16 എന്നൊക്കെ അൺഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ് പുറത്തു വരുന്നുണ്ട്. ഇതിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം കൂടെ പുറത്തു വരികയാണെങ്കിൽ മെയ് 16 തന്നെ ഈ ആഴ്ച അയ്യർ ഇൻ അറേബ്യ OTT റിലീസ് ആകും. ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ബാസി, പ്രയാഗ മാർട്ടിൻ ഒക്കെ ചേർന്ന് അഭിനയിച്ച ഒരു വർഷം മുന്നേ ഇറങ്ങിയ റൊമാൻറ്റിക് കോമഡി മ്യൂസിക്കൽ മലയാളം ചിത്രമാണ് ഡാൻസ് പാർട്ടി. ചിത്രം മനോരമ മാക്സിന്റെ കമ്മിങ് സൂൺ OTT ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഈ മാസം തന്നെ ചിത്രം OTT റിലീസ് ചെയ്തേക്കും. അവസാനത്തെ അപ്ഡേറ്റ് ആലപ്പുഴ ജിംഖാന OTT അപ്ഡേറ്റ് ആണ്. എന്റർടൈൻമെന്റ് ബോക്സിംഗ് ചിത്രമായിട്ട് തിയേറ്ററിലേക്ക് എത്തി മികച്ച അഭിപ്രായം നേടി 70-75 കോടിയോളം കളക്ഷൻ നേടി വിജയിച്ച ഈ സിനിമ ഈ മെയ് മാസം തന്നെ പാനിന്ത്യൻ ഭാഷകളിൽ OTT റിലീസ് സാധ്യമാകുന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്യുമെന്നാണ് വിവരം. ഇതിൽ ആമസോൺ പ്രൈമിലൂടെ മെയ് മാസം 25 OTT റിലീസ് ചെയ്തേക്കുമെന്ന എക്സ്പെക്റ്റഡ് റിപ്പോർട്ടും കൂടെ പുറത്തു വരുന്നുണ്ട്.